ഇന്ന് ഞാൻ കാളിന്തി നദിയുടെ കഥ പറഞ്ഞു തരാം. കാളിന്തി സൂര്യൻ്റെ പുത്രിയാണ്. സൂര്യൻ്റെയും വിശ്വകർമാവിൻ്റെ മകളായ സപ്ഞയുടെയും മകളായിരുന്നു കാളിന്തി. സപ്ഞ മേഘങ്ങളുടെ ദേവതയുമായിരുന്നു. ആദ്യം കാളിന്തിയുടെ പേര് യമുന എന്നായിരുന്നു. യമുനയ്ക്ക് ഒരു സഹോദരനുമുണ്ട്, യമൻ. യമനെ നമുക്കെല്ലാവർക്കും അറിയാം. മരണത്തിൻ്റെ ദേവനാണ് യമൻ. ഈ യമുനയിൽ കുളിച്ചാൽ മനുഷ്യരുടെ പാപങ്ങൾ തീർന്നു പോകും എന്ന് സൂര്യൻ അവളെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കാളിന്തിയെപ്പറ്റി അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. കളിന്ത പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ടാണ് യമുന നദിക്ക് കാളിന്തി എന്ന പേര് വന്നത് എന്നൊരു ഭാഷ്യമുണ്ട്. മറ്റൊന്ന്, കാളിയ സർപ്പം കിടന്നതിനാൽ അതിൻ്റെ വിഷം കലർന്നതിനാലാണ് യമുനയെ കാളിന്തി എന്ന് വിളിക്കുന്നതെന്ന് പറയും. മറ്റൊരു കാരണം ശിവഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സതീദേവിയുടെ മരണത്തിൽ ദുഃഖിതനായ ശിവഭഗവാൻ വളരെയധികം വിഷമിക്കുകയും അതിനുശേഷം അദ്ദേഹം യമുന നദിയിലിറങ്ങി കുളിക്കുകയും ചെയ്തു എന്ന് പറയാറുണ്ട്. അങ്ങനെ കുളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൻ്റെ താപം കാരണം കാളിന്തി നദി കലങ്ങി കറുത്തുപോയി എന്ന് പറയാറുണ്ട്. യമുന നദി കൃഷ്ണൻ്റെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. കൃഷ്ണൻ ജനിച്ചത് കംസൻ്റെ കാരാഗൃഹത്തിലായിരുന്നു. അവിടെ നിന്ന് വസുദേവർ ഒരു കുട്ടയിലാക്കി കൃഷ്ണനെ തലയിൽ വെച്ച് യമുന നദി കടന്നാണ് വൃന്ദാവനത്തിലേക്ക് പോയിട്ട് നന്ദഗോപരുടെയും യശോദയുടെയും ഭവനത്തിൽ കുഞ്ഞിനെ കൊണ്ടുപോയി ആക്കിയത്. നദി കടക്കാൻ അദ്ദേഹം കുഞ്ഞുമായിട്ടെത്തിയപ്പോൾ അവിടെ വലിയ മഴയായിരുന്നു. നദി വളരെ ശക്തമായിട്ട് ഒഴുകുകയായിരുന്നു. കൃഷ്ണനുമായിട്ട് പിതാവ് എത്തിയതോടെ യമുന രണ്ടായിട്ട് മാറി അദ്ദേഹത്തിന് വഴി കാണിച്ചു കൊടുത്തു. അങ്ങനെ യമുന കാരണമാണ് വസുദേവർക്ക് സുരക്ഷിതമായിട്ട് വൃന്ദാവനത്തിൽ എത്തിച്ചേരാൻ പറ്റിയത്. അങ്ങനെയാണ് കാളിന്തി ആദ്യമായിട്ട് കൃഷ്ണനെ കാണുന്നത്. വളർന്നപ്പോഴും കൃഷ്ണൻ യമുനയുമായിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം വളരെയധികം സമയം ചെലവഴിച്ചത് ഈ യമുന തീരത്താണ്. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ നാദം ഏറ്റവും അധികം കേട്ടിട്ടുള്ളത് യമുന നദിയാണ്. ഗോപികമാരോടും രാധയോടുമൊപ്പം അദ്ദേഹം നൃത്തം ചെയ്യുന്നതും കളിച്ചു നടക്കുന്നതിനുമൊക്കെ യമുന സാക്ഷ്യം വഹിച്ചു. മാത്രമല്ല, യമുനയിൽ വസിച്ചിരുന്ന കാളിയനെ കൃഷ്ണനാണ് വധിച്ചത്. അങ്ങനെ യമുനയെ അതിൻ്റെ ഒരു ശാപത്തിൽ നിന്ന് മുക്തിയാക്കി കൊടുത്തതും കൃഷ്ണനാണ്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യകാലം മുതലേ കൃഷ്ണനും യമുനയും തമ്മിൽ വളരെ നല്ലൊരു അടുപ്പമുണ്ടായിരുന്നു. വളർന്നതിന് ശേഷം കൃഷ്ണൻ ഒരിക്കൽ തൻ്റെ സുഹൃത്തുക്കളായ പാണ്ഡവർ വസിക്കുന്ന ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേർന്നു. അവിടെ ദ്രൗപദിയും അമ്മ കുന്തിയും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ കുറച്ച് ദിവസം കൃഷ്ണൻ താമസിച്ചു. അങ്ങനെ താമസിച്ച സമയത്ത് കൃഷ്ണൻ ഒരിക്കൽ അർജുനനോടൊപ്പം കാട്ടിൽ വേട്ടയാടാൻ പോയി. കുറേ നേരം വേട്ടയാടി നടന്നപ്പോൾ ഇവർ രണ്ടുപേരും ക്ഷീണിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും യമുനയിൽ ഇറങ്ങി കുളിക്കുകയും അതിൽ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നദീതീരത്തുകൂടി സുന്ദരിയായ ഒരു യുവതി പോകുന്നത് കൃഷ്ണൻ കണ്ടു. അവളെ കണ്ട മാത്രയിൽ കൃഷ്ണൻ അവളെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അർജുനനോട് ഇവളോട് ചെന്ന് ആരാണെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ അർജുനൻ ചെന്ന് ഈ യുവതിയോട് സംസാരിച്ചപ്പോൾ അവൾ സൂര്യപുത്രിയായ കാളിന്തിയാണെന്നും ഈ നദിയുടെ അടിയിലൊരു കൊട്ടാരത്തിൽ തപസ്സിരിക്കുകയാണെന്നും അറിഞ്ഞു. എന്തിനാണ് തപസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാവിഷ്ണുവിനെ ഭർത്താവായി കിട്ടാനാണ് താൻ തപസ് ചെയ്യുന്നത് എന്ന് കാളിന്തി പറഞ്ഞു. അപ്പോൾ അർജുനൻ പറഞ്ഞു, എൻ്റെ കൂടെയുള്ള കൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അങ്ങനെ കൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് കൂടി മനസ്സിലാക്കിയ കാളിന്തി കൃഷ്ണനെ വിവാഹം കഴിച്ചു. അങ്ങനെ കാളിന്തി കൃഷ്ണൻ്റെ 4ാമത്തെ ഭാര്യയായി തീർന്നു. വിവാഹശേഷം കൃഷ്ണൻ കാളിന്തിയോടൊപ്പം ദ്വാരകയിലേക്ക് പോയി. അവിടെയാണ് കാളിന്തി പിന്നീട് താമസിച്ചത്. കാളിന്തിക്കും കൃഷ്ണനും 10 മക്കളുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അതിൽ മൂത്ത ആളിൻ്റെ പേര് ശ്രുത എന്നും ഏറ്റവും ഇളയ ആളുടെ പേര് സോമകൻ എന്നുമായിരുന്നു. നിഷധ രാജ്യത്ത് പ്രശസ്തനായ ഒരു ആളുണ്ടായിരുന്നു. അയാളുടെ പേര് ഹേമകുണ്ഠലൻ എന്നായിരുന്നു. അയാൾ ഒരു വലിയ പണക്കാരനായിരുന്നു. പണം ആവോളം സമ്പാദിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ അദ്ദേഹം ധാരാളം പണം സമ്പാദിക്കുകയും അതുകൊണ്ട് വലിയൊരു കൊട്ടാരമൊക്കെ നിർമ്മിച്ച് വളരെ സന്തോഷത്തോടെ വളരെ ആർഭാടത്തോടെ ജീവിക്കുകയും ചെയ്തു. വൃദ്ധനായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് പണം സമ്പാദിക്കുന്ന ആശ ഒടുങ്ങിയിരുന്നില്ല. വീണ്ടും വീണ്ടും പണം സമ്പാദിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഒരു വലിയ സന്യാസി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെന്നു. അദ്ദേഹം ആദരവോട് മുനിയോട് ചോദിച്ചു, മഹർഷി, ഞാൻ വളരെയധികം പണം സമ്പാദിച്ചു, പക്ഷേ എനിക്ക് സന്തോഷം കിട്ടുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ മഹർഷി പറഞ്ഞു, നിനക്ക് പണം കിട്ടും തോറും വേണം എന്ന ആഗ്രഹമാണ് ഉണ്ടാകുന്നത്. എന്നാൽ നീ പണം കൊടുത്ത് ഒന്നുമില്ലാത്തവനായി കഴിയുമ്പോൾ നിനക്ക് സന്തോഷം കിട്ടും. ആദ്യമൊക്കെ ഇത് അനുസരിക്കാൻ ഇദ്ദേഹത്തിന് മടി തോന്നിയെങ്കിലും പണം വേണം എന്നുള്ള ചിന്ത കൂടി വരുന്നത് തനിക്ക് ദുഃഖമല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ തൻ്റെ സ്വത്തെല്ലാം ദാനം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ തൻ്റെ സ്വത്തിൻ്റെ ഭൂരിഭാഗവും ദാനം ചെയ്തതിന് ശേഷം ഇയാൾ
കാട്ടിലേക്ക് തപസ്സിനായിട്ട് പോയി. ഇദ്ദേഹത്തിന് 2 ആൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്, ശ്രീകുണ്ഠലനും വികുണ്ഠലനും. ഇവർ രണ്ടുപേരും വളരെയധികം പണം ധൂർത്തടിക്കുന്ന 2 കുട്ടികളായിരുന്നു. അവർ കുട്ടിക്കാലം മുതലേ പിതാവിൻ്റെ അളവറ്റ സ്വത്ത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഇഷ്ടം പോലെ ചെലവഴിച്ചാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ പണം സൂക്ഷിച്ച് ഉപയോഗിക്കാനോ ദാനം ചെയ്യാനോ ഒന്നും ഇവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഹേമകുണ്ഠലൻ തപസ്സിനായിട്ട് കാട്ടിൽ പോയതിന് ശേഷം ബാക്കി വന്ന പണം മുഴുവൻ മക്കൾ 2 പേരും കൂടി ധൂർത്തടിച്ച് തീർത്തു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അവരെ വളരെ വലിയ പിടിച്ചു പറിക്കാരായിട്ട് മാറി. അവർ വഴിയിലൂടെ പോകുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ പിടിച്ചു പറിക്കുകയും അതുകൊണ്ട് ജീവിക്കുകയും ചെയ്തു. ഇവർ കള്ളന്മാരാണെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ അവരെ ഉപദ്രവിക്കാനും എറിഞ്ഞോടിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ നാട്ടിൽ നിൽക്കക്കൊള്ളിയില്ലാതെ ഇവർ 2 പേരും കൂടെ കാട്ടിൽ പോയി. ഇതിൽ ശ്രീകുണ്ഠലൻ ഒരിക്കൽ ആഹാരം തേടി കാട്ടിലൂടെ നടക്കെ ഒരു കടുവയുടെ മുന്നിൽ അകപ്പെടുകയും കടുവയാൽ കൊല്ലപ്പെടുകയും ചെയ്തു. വികുണ്ഠലൻ ജ്യേഷ്ഠൻ്റെ ശരീരാവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തി അതിനെ ദഹിപ്പിച്ചിട്ട് അവിടുന്ന് വീണ്ടും കുറച്ചുകൂടി ദൂരത്തേക്ക് പോയി. അങ്ങനെ കുറേ ദൂരം കാട്ടിലേക്ക് പോയപ്പോൾ ഒരു ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഹരിമിത്രൻ എന്ന് പറയുന്ന ഒരു മഹർഷിയായിരുന്നു താമസിച്ചിരുന്നത്. ഹരിമിത്രൻ്റെ മകനുമായിട്ട് വികുണ്ഠലൻ ചങ്ങാത്തത്തിലാകുകയും ആശ്രമത്തിലൊക്കെ ചുറ്റപ്പെട്ട് ജീവിക്കുകയും ചെയ്തു. ഈ ഹരിമിത്രൻ എന്ന് പറയുന്ന സന്യാസിയും മകനും എല്ലാ ദിവസവും സൂര്യനെ നമസ്കരിച്ച് യമുനയിൽ കുളിക്കുമായിരുന്നു. ഈ സന്യാസിയും മകനും കാളിന്തി നദിയിൽ കുളിച്ച് സൂര്യവന്ദനം നടത്തുന്ന സമയത്ത് വലിയ ദൈവവിശ്വാസിയൊന്നും അല്ലാതിരുന്ന വികുണ്ഠലനും അവിടെ പോയി നിൽക്കുകയും ചിലപ്പോഴൊക്കെ നദിയിലിറങ്ങി ഇവർക്കൊപ്പം കുളിക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ പോലും അവർക്കൊപ്പം പ്രാർത്ഥിക്കാൻ വികുണ്ഠലൻ മെനക്കെട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവരുടെ കൂടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദൂരെയുള്ള ഒരു ഗുഹയിലായിരുന്നു അയാൾ താമസം. അങ്ങോട്ട് വികുണ്ഠലൻ നടന്നു പോയിക്കൊണ്ടിരിക്കെ വഴിയിൽ വെച്ച് അയാളൊരു പാമ്പ് കടിക്കുകയും അയാൾ മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ മരിച്ച് യമലോകത്തെത്തിയ വികുണ്ഠലൻ തന്നെ കാത്ത് തൻ്റെ അനുജനായ ശ്രീകുണ്ഠലൻ അവിടെ നിൽക്കുന്നത് കണ്ടു. ഇവർ 2 പേരും ഒരുമിച്ചാണ് യമധർമ്മരാജാവിൻ്റെ മുന്നിലേക്ക് എത്തിയത്. അവിടെ വെച്ച് യമധർമ്മരാജാവ് ശ്രീകുണ്ഠലന് നരകവും വികുണ്ഠലന് സ്വർഗവും വിധിച്ചു. അപ്പോൾ വികുണ്ഠലൻ പറഞ്ഞു, അതെങ്ങനെ പറ്റും? എനിക്ക് സ്വർഗവും ശ്രീകുണ്ഠലന് നരകവുമോ? അത് ശരിയല്ല. ഞങ്ങൾ 2 പേരും ഒരേ കാര്യങ്ങളാണ് പാപമായിട്ട് ചെയ്തിട്ടുള്ളത്. അവൻ ചെയ്യാത്ത പുണ്യങ്ങൾ എന്തെങ്കിലും ഞാൻ പ്രത്യേകമായിട്ട് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ എങ്ങനെ അവന് നരകവും എനിക്ക് സ്വർഗവും വരും? സ്വർഗത്തിലെത്താൻ പറ്റിയ ഒരു കാര്യം പോലും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയേ ഇല്ല. എൻ്റെ സഹോദരൻ എവിടെയാണോ അവിടെ തന്നെ എനിക്കും പോയാൽ മതി. നരകമെങ്കിൽ നരകം. അപ്പോൾ യമധർമ്മ രാജാവ് പറഞ്ഞു, വികുണ്ഠല, നിൻ്റെ മനോഭാവം തെറ്റാണെന്നൊന്നും ഞാൻ പറയുകയില്ല. നിനക്ക് സ്വർഗം വിധിച്ചതിന് ഒരു കാരണമുണ്ട്. നീ കാട്ടിൽ നിൻ്റെ സുഹൃത്തിനൊപ്പം താമസിക്കുന്ന സമയത്ത് അവനോടൊപ്പം നീ കാളിന്തിയിൽ എല്ലാ ദിവസവും കുളിച്ചു. അവർ സൂര്യ നമസ്കാരം ചെയ്തപ്പോൾ അത് കാണുകയെങ്കിലും നീ ചെയ്തു. കാളിന്തി സൂര്യൻ്റെ പുത്രിയാണ്. അവളിൽ സ്നാനം ചെയ്ത് അവളുടെ പിതാവിനെ വന്ദിക്കുന്നവർക്ക് മോക്ഷം നൽകണം എന്ന് കാളിന്തി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് സ്വർഗം ലഭിച്ചത്. യമധർമ്മ രാജാവിൻ്റെ ഈ വാക്കുകൾ കേട്ട വികുണ്ഠലൻ അങ്ങനെ സ്വർഗത്തിലേക്ക് പോവുകയും ശ്രീകുണ്ഠലൻ നരകത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതിൽ നിന്നും സൂര്യൻ്റെ പുത്രിയായ കാളിന്തിയുടെ ഗുണഗണങ്ങൾ നാം കേട്ടല്ലോ. ഇഷ്ടമായോ കാളിന്തിയുടെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.